DF ഓഫീസ് ആക്രമിച്ചെന്ന കേസിൽ റിമാൻഡിൽ കഴിയുന്ന PV അൻവർ MLA ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. PV അൻവറിന്റെ അറസ്റ്റിനെതിരെ DMK പ്രവർത്തകർ ഇന്ന് വൈകിട്ട് നിലമ്പൂരിൽ പ്രതിഷേധിക്കും. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിന് മുൻപിൽ നിന്നും ചേരുന്നുണ്ട്. നിഖിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, PV അൻവർ MLAയുടെ ജയിൽവാസം 7ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഇന്ന് പുലർച്ചെ 2:15 കൂടിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഞാനുള്ള ഈ തവനൂരിലെ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിനുശേഷം, അതായത് മറ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി 2 തവണ വൈദ്യപരിശോധനയും കഴിഞ്ഞാണ് PV അൻവറിനെ തവനൂരിലെ ജയിലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ DF ഓഫീസ് ആക്രമണത്തിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹം ആ ഘട്ടത്തിൽ തന്നെ ഈ പ്രതിഷേധം പൂർത്തിയായ സമയത്ത് തന്നെ ഒരുപക്ഷെ തന്നെ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള സൂചനകൾ അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. മാധ്യമപ്രവർത്തകരോട് അടക്കം അദ്ദേഹം അത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് PV അൻവർ ഇതിന് ശേഷവും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷവും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ ആ തരത്തിൽ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിലായിരുന്നു സംസ്ഥാന സർക്കാരിനെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹം വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അല്പസമയം മുൻപ് അദ്ദേഹത്തിന്റെ അനുയായികൾ, അതായത് PA അടക്കമുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. എന്തായാലും ഇവിടേക്ക് എത്തിച്ച ശേഷവും അറസ്റ്റിനോട് താൻ പൂർണ്ണമായി വഴങ്ങും, അറസ്റ്റിനോട് സഹകരിക്കുമെന്ന് അറിയിച്ചിരുന്ന PV അൻവർ ഇവിടെ എത്തിയ ശേഷവും ഉദ്യോഗസ്ഥരോടെല്ലാം തന്നെ നന്നായി സഹകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്നിപ്പോൾ അതിന്റെ ജാമ്യാപേക്ഷ നടപടികളടക്കം മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തായാലും ജാമ്യാപേക്ഷയ്ക്കായുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതിനൊപ്പം തന്നെയാണ് അദ്ദേഹത്തിന്റെ PA അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് അല്പസമയം മുൻപ് എത്തിച്ചേരുകയും എന്താണ് അവശ്യ കാര്യങ്ങൾ, വസ്ത്രമടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ കൈമാറിയിട്ടുമുണ്ട്. ഈ ജയിലിനെ കുറിച്ച് പറയുമ്പോൾ 2022-ൽ സ്ഥാപിതമാക്കപ്പെട്ടിട്ടുള്ള ജയിലാണ്. അത്യാധുനിക സൗകര്യങ്ങൾ ഉള്ള ഒരു ജയിൽ കൂടിയാണ്. ഷവർ അടക്കമുള്ള, യൂറോപ്യൻ ക്ലോസറ്റ് അടക്കമുള്ള ഒരു ജയിലാണ്. അവിടേക്കാണ് PV അൻവറിനെ എത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം അറസ്റ്റിലായിട്ടുള്ള മറ്റ് 4 പേർ ഇവിടെയല്ല. PV അൻവറിനെ മാത്രമാണ് ഇപ്പോൾ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും